പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. സാമൂഹിക സുരക്ഷാ പെൻഷൻ വീണ്ടും വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും അറിയിപ്പെത്തി. സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ തുക കറക്റ്റായി വീണ്ടും വിതരണം ചെയ്യുമെന്ന് അറിയിപ്പ് വന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കുടിശ്ശിക ഇനത്തിൽ 2 മാസത്തിലെ തുകയാണ് സർക്കാർ ഇപ്പോൾ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷവും അതാത് മാസത്തെ തുക വിതരണം ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വീണ്ടും 1 മാസത്തെ തുക ഈ മാസം തന്നെ വിതരണം ചെയ്യാനുള്ള സാധ്യതയിലേക്കാണ് പോകുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിന് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കടമെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് തുക വിതരണം ചെയ്യുവാനാകും. ലോക്സഭാ ഇലക്ഷൻ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് വിതരണം വേഗത്തിലാക്കാൻ ശ്രമം തുടങ്ങിയത്. ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഭിന്നശേഷി പെൻഷന്റെ കാര്യത്തിൽ തിരുത്തൽ വരുത്തണമെന്ന് ഭിന്നശേഷി കമ്മീഷണർ ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം നിയമവിരുദ്ധമാണ്. ഭിന്നശേഷിക്കാരുടെ പെൻഷൻ ഔദാര്യമല്ലെന്നും അതിനാൽ സത്യവാങ്മൂലത്തിൽ തിരുത്തൽ വരുത്തണമെന്നും അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് കത്തു നൽകി. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ നിയമപരമായ അവകാശമല്ല, സഹായം മാത്രമാണെന്നും പെൻഷൻ എപ്പോൾ എത്രത്തോളം വിതരണം ചെയ്യണമെന്നത് സർക്കാരിന്റെ നയപരമായ തീരുമാനമാണെന്നുമാണ് സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിരുന്നത്. സാധാരണ ക്ഷേമ പെൻഷനേക്കാൾ 25% തുക ഭിന്നശേഷിക്കാരന് അധികമായി നൽകണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. കൂടാതെ ഭിന്നശേഷി അവകാശ നിയമത്തിലെ 24-ാം വകുപ്പിൽ ഇതേപ്പറ്റി കൃത്യമായി പറയുന്നുണ്ട്. ഭിന്നശേഷി പെൻഷൻ ഔദാര്യമാണെന്ന സത്യവാങ്മൂലത്തിലെ പരാമർശം സത്യത്തിനും വസ്തുതകൾക്കും നിയമത്തിനും വിരുദ്ധമാണെന്നും ഭിന്നശേഷി കമ്മീഷണർ ചൂണ്ടിക്കാട്ടി. അതിനാൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം തിരുത്തി ഫയൽ ചെയ്യണം. തെറ്റായ സത്യവാങ്മൂലം സമർപ്പിക്കാനിടയായ സാഹചര്യത്തെപ്പറ്റി അന്വേഷിക്കണമെന്നും ഭിന്നശേഷി കമ്മീഷണർ ആവശ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.